യെസ്, എസ് പി സ്പീക്കിംഗ്. വേണ്ടത് ചെയ്യാം. ഓക്കെ ഓക്കെ. ആര്? മിസ്റ്റർ ജോർജോ? വരാൻ പറയൂ. യെസ് സർ. Good morning, sir. Very, very good morning, Mr. George. Please be seated. Thank you very much. After a very long time. That's right. By the way, കുടിക്കാൻ എന്തെങ്കിലും? No, it's just quite all right. ഒന്ന് കണ്ടിട്ട് പോകാം വിചാരിച്ചു. You are always welcome. Thank you very much. Yes, come in. Sir. Come on, tell me. ഞാൻ പിന്നീട് വരാം. Inspector, meet Mr. George, a great business magnate from Delhi. ഹലോ. Hello. How do you do? Well, I'm afraid I'm interrupting your official work. I think I will call back sometime later if you don't mind. Oh, nothing. Let us Bye. meet again. ബൈ. See you. Yes, Inspector. What is your problem? സർ, Come on, tell me frankly. ഈ അവസരത്തിൽ വേണ്ട സർ. പിന്നീട് Anything personal? എനിക്ക് ഈ കേസ് ഒന്ന് പുനഃപരിശോധന ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് തെളിവില്ലാതെ കോടതി തള്ളിയ കേസല്ലേ? അതെ, പക്ഷേ ഈ കേസിൽ മിസ് രജനിക്ക് എന്താണ് ഇത്ര താല്പര്യം? കൊല്ലപ്പെട്ടവർ ഒന്നെന്റെ അച്ഛനും മറ്റേതിന്റെ ചേച്ചിയുമായിരുന്നു. My goodness. Then? പറയാം. 15 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഞെട്ടിപ്പിച്ച ഉണ്ണിത്താൻ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്റെ അച്ഛനായ കേശവക്കുറുപ്പായിരുന്നു. സത്യം പറയുവാൻ മാത്രം പഠിച്ചിട്ടുള്ള എന്റെ അച്ഛന്റെ മൊഴി അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കി. അവർ ജയിലിലായി. അച്ഛനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. ഒരു ദിവസം ചുമ്മാ Good evening. Hey. വർഷങ്ങൾക്ക് ശേഷം വരേണ്ട ഞങ്ങൾ ഇന്ന് ഈ പാതിരായ്ക്ക് വന്നപ്പോൾ പേടി തോന്നുന്നുണ്ടല്ലേ? നീ കോർട്ടിൽ കൊടുത്ത ദൃക്സാക്ഷി വിവരണത്തിന് അവാർഡ് നൽകേണ്ടതാണ്. ഞങ്ങൾ ചെയ്ത കൊലപാതകം നേരിട്ട് കണ്ട കണ്ണുകളല്ലേ ഇത്? അയ്യോ, അയ്യോ. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതേ. നമ്മൾ വല്ലതും ചെയ്യുമോ തമ്പി?
പക്ഷേ ഈ കണ്ണുകൾ ഇനി മേലിൽ ഒന്നിന് സാക്ഷ്യം വഹിക്കരുത്. ഇവിടെ വാ. Well done, boys. Very well done. Come on, let's go now. Madiയും കൊതിയും തീർന്നു. See you, my boy. Seen over here. Come, let's go. Come on. Bye. Bye, all of you. Come on, boys. അവർ മൂന്നുപേരും ജയിലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്ത്രീയും ചെറുക്കനും പറഞ്ഞത് അതാണ് എനിക്കും പിടികിട്ടാത്തത്. ഇതാ നോക്കൂ. ഇവന്മാരാണ് സാർ എന്റെ അച്ഛനെയും ചേച്ചിയും കൊന്നത്. കുട്ടി എന്താണ് ഈ പറയുന്നത്? ഇവർ ജയിലിനകത്ത് കിടക്കുമ്പോൾ എങ്ങനെ അവിടെ വരും? ഇവരെ പോലെ തോന്നിക്കണം മറ്റു വല്ലവരായിരിക്കും നീ കണ്ടത്. അല്ല, എനിക്കറിയാം ഇവന്മാർ തന്നെ. കുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ കൂടി നിയമപ്രകാരം തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നാണല്ലേ? കൊലപ്പുള്ളികൾ 3 പേരും എന്റെ അച്ഛനെ കൊല ചെയ്ത അവസരത്തിൽ, എന്റെ സഹോദരി മാനഭംഗം ചെയ്തു കൊന്ന അവസരത്തിൽ ജയിലിലായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആ കേസ് കോടതി തള്ളി. Very pity about you. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്വല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. What do you mean by that? ഐ മീൻ, തീർച്ചയായും എനിക്ക് ഈ കേസ് തെളിയിക്കാൻ കഴിയും. മിസ് രജനി, നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന കേസ് അത്ര നിസ്സാരമല്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ അതിന്റെ അപമാനം നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കൂടിയായിരിക്കും. അതെനിക്കറിയാം സാർ. അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഈ കേസ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സമുദായ മധ്യത്തിൽ വളരെ മാന്യന്മാരായി ജീവിക്കുന്ന 3 പേരെ മനഃപൂർവ്വം കരുതിരിച്ച് കാണിക്കുവാനും നിങ്ങളുടെ പക വീട്ടുവാനും വേണ്ടിയാണിതെന്നുള്ള ആരോപണം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ അത് നിങ്ങളുടെ കരിയറിനെ സാരമായി ബാധിച്ചെന്നിരിക്കും. സോ പ്ലീസ് ഹാവ് എ സെക്കൻഡ് തോട്ട് ബിഫോർ ദ ലീപ്പ്. ദിസ് ഈസ് മൈ സിൻസിയർ അഡ്വൈസ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട് സാർ. പകവീട്ടലല്ല എന്റെ ഉദ്ദേശം. കുറ്റവാളികളെ ഇങ്ങനെ രക്ഷപ്പെടുവാൻ അനുവദിച്ചുകൂടാ. Okay, then you boldly go ahead. താങ്ക് യു സാർ.